ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എങ്ങനെ സോഫ്റ്റായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ടിപ്പോട് കൂടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 2 കപ്പ് ഇടിയപ്പപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പപ്പൊടിയോ പച്ചരി പൊടിച്ച് വറുത്തതോ എന്തോ ആയാലും എടുക്കാം. ഞാനിവിടെ ഇടിയപ്പപ്പൊടി എടുത്തിരിക്കുന്നത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചാണ് ഞാൻ ഈ പൊടി നനയ്ക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ പൊടി കുഴച്ച് ഇടിയപ്പം നല്ല സോഫ്റ്റ് ആകാനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം, നെയ്യ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അല്പം നെയ്യ് ഇത്ര മാത്രം നെയ്യോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചാണ് നനച്ചെടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് നനച്ചെടുക്കുമ്പോൾ മനസ്സിലാകുമല്ലോ എന്തോരം വേണമെന്നുള്ളത്. കുറച്ചൊഴിച്ച് കൊടുക്കാം, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അവരവരെടുക്കുന്ന പൊടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളമൊക്കെ എന്തോരം വേണമെന്നുള്ളത്. നനച്ച് കൊടുക്കുന്തോറും നമുക്ക് മനസ്സിലാകും വെള്ളം ആവശ്യമുണ്ടോ ഇല്ലയെന്ന്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒഴിച്ച വെള്ളത്തിൽ ഇത്രയും നനഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്കൊരു കണക്കുണ്ടല്ലോ, അതുപോലെ ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെയുള്ള ഞാനൊന്ന് കുഴച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ പൊടി നല്ലതുപോലെ ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പാകം നമുക്ക് മനസ്സിലാകും. അതായത് പൊടി ഇത് കറക്റ്റ് പരുവായെന്നുള്ളതിൻ്റെ പാകം മനസ്സിലാണ്. ഇതെങ്ങനെ നമ്മൾ നമക്കി നോക്കുമ്പോൾ കണ്ടോ കുഴിഞ്ഞു വരുന്നത്. ഇപ്പം നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല, ചൂടുണ്ട്. ഈ ചൂടൊന്നും മെല്ലെ ആറിയിട്ട് ഇതൊന്ന് നമുക്ക് കുഴച്ചെടുത്ത് ഞാൻ കാണിക്കും. ഇപ്പം തന്നെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് ഞാനിത് കാണിച്ചു തരാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നനച്ചത് ആ പൊടി ഉണ്ടല്ലോ, അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ പെർഫെക്റ്റായിട്ടാണ് ആ പൊടി കുഴച്ചതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കുഴച്ച പാത്രം ക്ലീനായിട്ട് കിട്ടും കണ്ടോ. കുഴച്ചെടുക്കുമ്പം ഈ ചപ്പാത്തിയുടെയൊക്കെ ഇതുപോലെ കണ്ടോ സോഫ്റ്റ്നെസ് കണ്ടോ. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ നനച്ച ആ പാത്രവും ക്ലീനായിട്ട് കിട്ടുന്നുണ്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊടി നനയ്ക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ഈ പാത്രത്തിലെല്ലാം മാവിങ്ങനെ ഒട്ടിപ്പിടിച്ച് കാണും. ഇതിപ്പം നല്ല രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആ മാവിനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ടുള്ള ആ ഒരു പരുവത്തിൽ ഇങ്ങനെ. ഇതൊരു എളുപ്പ ട്രിക്കാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും മാവിലിട്ട് കുഴച്ച് അങ്ങനെ വരുന്നത് സമയം പോവും. ഇതാകുമ്പോൾ എളുപ്പ വഴിയാണ്. ഇതിന് നമുക്കിനി പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ ഇതിലേക്ക് ഇടാനായിട്ട് തേങ്ങായും എടുത്തിട്ടുണ്ട്. ചിലർ തേങ്ങ ഇടും, ചിലർ തേങ്ങ ഇടത്തില്ല. ഞാൻ തേങ്ങ ഇടുവേ, അതൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ഇഡലിയുടെ തട്ടിലേക്ക് ഞാൻ കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുക്കുവാണേ. ഇപ്പം നല്ല ടേസ്റ്റാണ് തേങ്ങയുടെ വരുമ്പോഴത്തേക്കും. ഇനി ഞാൻ പരത്തി കാണിക്കാം. ഇനി ആ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇതിനെന്തോ സേവനാഴി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിലേക്ക് ഞാൻ ഈ മാവ് ഇതിൻ്റെ ഇത് കിടപ്പുണ്ട്, ചില്ല് കിടപ്പുണ്ട്. അതിലേക്ക് മാവ് ഇങ്ങനെ വെച്ച് ബാലൻസ് മാവുണ്ട്, നമുക്ക് മുറിച്ച് മാറ്റാം. വെച്ചിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് പരത്താം. നോക്കിയാണേ, കണ്ടോ നല്ലത്. ഒരുപാട് പൊക്കത്തിലാക്കാതെ ഇങ്ങനെ പരത്തി കൊടുക്കണം. അപ്പം നല്ല ഇടിയപ്പം കിട്ടും. കുറേശ്ശെ പരത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ
നൂലപ്പം എന്നൊക്കെ ചിലടത്ത് പറയും ഇതിന്. ഞങ്ങളിവിടെ ഇടിയപ്പം എന്ന് തന്നെയാണ് പറയാറ്. ഒരുപാടുമില്ല. ചിലർക്ക് ഇതിങ്ങനെ ഞെക്കാനൊക്കെ ഭയങ്കര പാടാന്ന് പറയുന്നേക്കാം. ഈ ഒരു രീതിയിൽ മാവെടുത്ത് ഈ പറഞ്ഞതുപോലൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഞാൻ ബാക്കിയൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കാണിക്കാവേ. അങ്ങനെ ഫ്രണ്ട്സ്, 2 തട്ടിൽ ഞാൻ ഇടിയപ്പത്തിൻ്റെ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇത് അത്രയും പെർഫെക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടൊരു ഇതുകൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ പരത്തി ഇതിൽ തുള്ളിയെങ്കിലും മാവ് ഇവിടെ വല്ലതും പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഒന്നുമില്ല. മാവ് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരത്തുമ്പോൾ നമ്മൾ മാവെടുക്കുന്ന കൈയൂടല്ലേ, അപ്പം ഇവിടെ ഫുള്ളാകും. ഞാൻ മാവെടുത്ത കൈ തന്നെയാണ്, കഴുകിയിട്ടൊന്നുമില്ല. കണ്ടോ, ഇവിടെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് വേവിച്ചിട്ട് കാണിച്ചു തരാവേ. അങ്ങനെ ഫ്രണ്ട്സ്, നമുക്കിത് ആവി പറക്കുന്ന ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന്, ഇടിയപ്പത്തിന് ഒത്തിരി ടൈമൊന്നും വേണ്ട കുക്കാനായിട്ട്, വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നല്ല ചൂടോടെ ഇടിയപ്പം കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മാറ്റാവേ. കാസറോളിലേക്ക് ഇത് ഇങ്ങനെ ഒന്ന് കൊട്ടിയാൽ മതി. കണ്ടോ, അടുത്തോടെ ഒന്ന് കൊട്ടിക്കെടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇടിയപ്പം കിട്ടിയത് കണ്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. കൂടെ സൈഡായിട്ട് കടലക്കറിയാണ്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. ഞാനൊന്ന് കാണിച്ചു തരാവേ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്നു. ഒന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം. കണ്ടോ, വളരെ സോഫ്റ്റ്. ഇങ്ങനെ നമ്മളൊന്ന് കൈ വെച്ചാൽ മതി, അപ്പം തന്നെ ഇങ്ങനെ ഇത് അടന്ന് വരും. അതുപോലത്തെ ഇടിയപ്പമാണ്. വളരെ സോഫ്റ്റാണ്. അതിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റിയുള്ളൊരു കടലക്കറി. കടലക്കറിയുടെ റെസിപ്പി ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും ഇടിയപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.